രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടിറങ്ങിയിട്ടും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരപ്പി കാവൽ നിന്നിട്ടും അവസരങ്ങൾ ഏതുമില്ലാതെ പ്രതിപക്ഷ നില ഒന്നാകെ ആശ്വാസമായി ഈ ദിവസങ്ങൾ അത്രയും അവിടെ നിൽക്കുമ്പോഴും 12ാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാറാതെ മരവിച്ചു നിൽപ്പാണ് മഹാദുരന്ത ഭൂമി. രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് അപ്രസക്തമാണ്. മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് പോലും ചിന്തമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കൊടുംതീരല്ലെങ്കിൽ എന്താണ്? പോയ 16 വർഷത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം വയ്ക്കാതെ പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 8 ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവുന്നതാണ്. ആ വീടിന്റെ സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്ന ഒരു പാവം പ്രവാസി കണ്ടതാണ് നമ്മൾ. വാപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവനാണ്. അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു കുഞ്ഞുമോൾ മുഖത്തൊക്കെ മുറിവോടെയിരിക്കുന്നു 3ാം ക്ലാസ്സിലെ അവധികൾ. അസംഖ്യ അനാഥത്വങ്ങൾ, നേപ്പാളി പള്ളിക്കാട്ടിൽ എണ്ണിത്തപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ, ഇനിയും തീരാത്ത ഉദകക്രിയകൾ, ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ, കളിപ്പാവകൾക്കൊപ്പം ആ ചെറുപ്പിൽ കൂട്ടുപുറഞ്ഞു കിടന്നത് വാൽമണം മാറാത്ത ഓമനത്തെ മാറാത്ത എത്ര കുരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തുപിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. സൈന്യവും അത്യരക്ഷാസേനയും NDR, സന്നദ്ധ സംഘടനകൾ, 100 കണക്കിന് ഇറങ്ങി DYFI, യൂത്ത് ബ്രിഗേഡ്, വൈറ്റ് ഗാർഡ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, SKSSF, SYF, SDPI, സേവാഭാരതി, പിന്നെയും അനേകം സംഘടനകൾ. ഉരുൾപൊട്ടലെയും ചെറുക്കാൻ പാകത്തിൽ ദുരന്തമുഖത്തും ഭേദങ്ങളില്ലാത്ത നിങ്ങൾക്ക് കിട്ടിയ യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ, അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെയല്ല. പ്രിയ പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് വിശ്വാസം